Average age of 10 person is 24. If one person joined, the average become 25. Find the age of new person who joined എന്നുള്ളതാണ് ചോദ്യം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിന് സെയിം ആണ്. നേരത്തെ ഒരു പ്രോബ്ലം 6 നമ്പേഴ്സ് ആവറേജ് 8 ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഏഴാമത്തെ നമ്പർ എത്ര നമ്മൾ കണ്ടുപിടിച്ചു. സെയിം പ്രോബ്ലം ആണ്. നമുക്ക് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്നാമത്തെ എങ്ങനെയാണ്? ആവറേജ് ഏജ് ഓഫ് 10 person 24. 10 ആളുകളുടെ ആവറേജ് എത്രയാണ്? 24. അപ്പോൾ 10 പേർ ആവറേജ് 24 ആണെങ്കിൽ ടോട്ടൽ എത്ര വരും? 24 into 10 240. Okay. If the one person joined, average become 25. 10 പേര് 24 ആണ്. ഒരു പേഴ്സൺ ജോയിൻ ചെയ്യാന്ന് പറയുമ്പോൾ എത്ര പേരായി? 11 പേര്. 11 പേരുടെ ആവറേജ് എത്രയായി? 25 ആയി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? 25 into 11. 25 into 10 250. 1 into 25 25. 250 25 ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്രയായിട്ട് മാറും? 275. അങ്ങനെയാണെങ്കിൽ നോക്ക്, 10 പേരുടെ ടോട്ടൽ 240, 11 പേരുടെ 275. ഇവിടെ ഉണ്ടാവാനുള്ള ചേഞ്ചിനുള്ള കാരണം പുതിയൊരാൾ വന്നതല്ലേ അല്ലെ? അപ്പൊ ഇവിടെ 240 നിന്ന് 275 കുറച്ച് എനിക്ക് എത്ര കിട്ടും? മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 35 എന്ന് എനിക്ക് കിട്ടില്ലേ? 35 ആയിരിക്കും എന്ത്? ആ ന്യൂ ജോയിൻ ചെയ്ത ആളുടെ ഏജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യാം? 10 പേരുടെ ആവറേജ് എത്രയാണ്? 24. ഒരാൾ വന്നു, അയാളുടെ ഏജ് എനിക്ക് അറിയോ? ഇല്ല. അപ്പൊ ടോട്ടൽ എത്ര ആളായി? 11 പേരായി. 11 പേരായി എന്ന് പറയുമ്പോൾ 11 പേരുടെ ആവറേജ് എന്തായി? 25 ആയിട്ട് മാറി. അപ്പൊ 11 പേരുടെ ആവറേജ് എത്രയാണ്? 25. നോക്കിക്കോ, ഈ വന്ന ആള് 24 ഏജ് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ ഈ 11 പേരുടെ ആവറേജ് ഏജ് എന്താവണം? 24 ആവണമായിരുന്നു. പക്ഷെ 24 അല്ല, കൂടി അല്ലെ? എത്ര കൂടി? 1 കൂടി. എത്ര പേർക്ക് കൂടി? 11 പേർക്ക് കൂടി. 1 into 11. ഈ 11ഉം ആര് കൊണ്ടുവന്നതാണ്? ഈ ഒരാൾ കൊണ്ടുവരണ്ടേ? അപ്പൊ ഈ ഒരാള് പണ്ടത്തെ ആവറേജ് 24 കൊണ്ടുവന്നു. കൂടാനുള്ള 11 പേർക്ക് ഒന്ന് വെച്ചിട്ട് കൂടാനുള്ള എമൗണ്ട് ആരാണ് കൊണ്ടുവന്നത്? ഈ 11ആമൻ. സോ അവന്റെ ഏജ് എത്രയായിരിക്കും? 24 + 11 എനിക്ക് എന്ത് കിട്ടും? 35. റൈറ്റ്. സോ ഓപ്ഷൻ ഏത് വരും എനിക്ക്? ഓപ്ഷൻ ബി. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. നോക്ക്, ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? Average of 5 alphabet is 61. If the average of first and third alphabet is 69 and the average of second and fourth alphabet is 69, what is the fifth alphabet എന്നല്ല ചോദ്യം. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനില് 5 ആൽഫബറ്റിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 61 ആണ്. 5 എന്ന് പറഞ്ഞാൽ എന്താണ്? കൗണ്ട് ആണ്. 61 എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ആണ്. ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടിന്റെ ആവറേജ്. 5 into 61 60 into 5 300. 1 into 5 5. സോ എനിക്ക് എത്ര കിട്ടും? 305 ആണ് എന്റെ ടോട്ടൽ എന്ന് എനിക്ക് കിട്ടും അല്ല. 5 നമ്പറിന്റെ ടോട്ടൽ 305. എന്നിട്ട് പറഞ്ഞു ഫസ്റ്റ് ആൻഡ് തേർഡ് ആൽഫബറ്റ് എത്രയാണ് ആവറേജ്? ഒന്നാമത്തെയും മൂന്നാമത്തെയും ആൽഫബറ്റിന്റെ ആവറേജ് എത്രയാണ്? 69. 1 3 എന്ന് പറയുമ്പോൾ എത്ര നമ്പറാണ്? 2 നമ്പർ. 2 നമ്പറിന്റെ ആവറേജ് 69 ആണെങ്കിൽ ടോട്ടൽ എത്ര വരും? 2 into 69 138. 60 into 2 120. 9 into 2 18. 120 18 138. പിന്നെ പറഞ്ഞു സെക്കൻഡ് ആൻഡ് ഫോർത്ത്. സെക്കൻഡ് ആൻഡ് ഫോർത്ത് എന്ന് പറയുമ്പോൾ എത്ര നമ്പറായി? 2 നമ്പർ തന്നെ. 2 നമ്പറിന്റെ ആവറേജ് എത്രയാണ്? 69 തന്നെ. 69 ആണെങ്കിൽ 2 into 69 എത്ര കിട്ടും? 138 തന്നെ കിട്ടും അല്ലെ? സോ ടോട്ടൽ ഇവിടെ 4 നമ്പർ, ഇവിടെ 5 നമ്പർ. നമ്മുടെ ചോദ്യം 5ാമത്തെ നമ്പർ ആണ്. 1 2 3 4. ഇനി ബാക്കിയുള്ളത് 5ാമത്തെ നമ്പർ അല്ലേ? സോ ടോട്ടൽ എനിക്കറിയാം 5 നമ്പറിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 305. ആദ്യത്തെ 2 നമ്പറിന്റെ ടോട്ടൽ 138. അടുത്ത 2 നമ്പറിന്റെ ടോട്ടൽ 138. 5ാമത്തെ നമ്പർ ഞാൻ എക്സ് ആക്കി എടുത്തു. എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? 138 + 138. 100 100 200. 30 30 60. 260 260. 8 8 16. 260 16 276 + എക്സ് എന്ന് എനിക്ക് കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 305. എക്സിന്റെ വാല്യൂ 305ൽ നിന്ന് എന്ത് ചെയ്യണം? 276 കുറയ്ക്കണം. റൈറ്റ്. എത്ര വരും? 24 5. 300 ആവാൻ ഇവിടെ 24 വരണം. 300 ശേഷം ഇവിടെ 5 ഉണ്ട്. 24 + 5 എനിക്ക് എത്ര കിട്ടും? 29. ഓപ്ഷനിലേക്ക് നോക്ക്. 29 ഏത് ഓപ്ഷൻ വരുന്നു? 12th one ഓപ്ഷൻ എ എന്ന് എനിക്ക് ആൻസർ കിട്ടും. റൈറ്റ്. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. Average of 11 distinct positive number is 18. Average of first 6 number is 13 and that of last 6 number is 23. Find the 6th number എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് എന്ത് തന്നു? 11 നമ്പറിന്റെ ആവറേജ് തന്നു. എത്രയാണ്? 18. ഇത് കൗണ്ട് ആണ്, ഇത് ആവറേജ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടോട്ടൽ പറഞ്ഞൂടെ? കൗണ്ട് ഇൻറ്റു ആവറേജ്. 11 into 18 എനിക്ക് എത്ര കിട്ടും? 198. 10 into 18 190. 1 into 18 18. ആഡ് ചെയ്താൽ 198. ഈസി. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇഫ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 6 നമ്പർ, ആദ്യത്തെ 6 നമ്പറും തന്നു, ലാസ്റ്റ് 6 നമ്പറും തന്നു. ഒന്ന് നോക്ക്,
11 നമ്പർ അല്ലേ? 1 2 3 4 5 6 7 8 9 10 11 നമ്പർ. ആദ്യത്തെ 6 നമ്പർ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 ഇതാണ് എന്റെ ആദ്യത്തെ 6 നമ്പർ അല്ലെ? ലാസ്റ്റത്തെ 6 നമ്പർ ഏതൊക്കെയാ? 1 2 3 4 5 6 ലാസ്റ്റത്തെ 6 നമ്പർ ഇതാണ് അല്ലെ? ഇവിടെ കോമൺ ആയിട്ട് 6ാമത്തെ നമ്പർ 2 പ്രാവശ്യം നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്ക്, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആവറേജ് ഓഫ് ഫസ്റ്റ് 6 നമ്പർ എത്രയാണ്? ആദ്യത്തെ 6 നമ്പറിന്റെ ആവറേജ് 13 ആണ്. അപ്പൊ ടോട്ടൽ എത്ര വരും? 6 × 13 78. ലാസ്റ്റ് 6 നമ്പറിന്റെ ആവറേജ് എത്രയാണ്? ലാസ്റ്റ് 6 നമ്പറിന്റെ ആവറേജ് പറഞ്ഞിട്ടുള്ളത് 23 ആണ്. അപ്പൊ ടോട്ടൽ എത്ര വരും? 23 × 6 6 × 20 120 3 × 6 18 120 18 138. ടോട്ടൽ എത്ര വരും? 8 8 16 6 ബാക്കി 1 7 1 8 3 11 1 ബാക്കി 1 1 1 2 216 ടോട്ടൽ കിട്ടി. എന്തിന്റെയാണ്? 6 + 6 12 നമ്പറിന്റെ ടോട്ടലാണ് ആര്? 216. പക്ഷെ നമുക്ക് ആകെ 11 നമ്പറേ ഉള്ളൂ. 11 നമ്പറിന്റെ ആവറേജ് 18 വെച്ചിട്ട് 198 ടോട്ടൽ ആവറേജ്. ഇവിടെ കൂടാനുള്ള കാരണം എന്താ? ആദ്യത്തെ 6 നമ്പർ എടുത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ 6ാമത്തെ നമ്പറിനെ ചൂസ് ചെയ്തു. ലാസ്റ്റത്തെ 6 നമ്പർ എടുത്തപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഈ 6ാമത്തെ നമ്പറിനെ എടുത്തു. ഇവിടെ കൂടുതലുള്ളത് ഈ 6ാമത്തെ നമ്പർ 2 പ്രാവശ്യം ആഡായി അല്ലെ? ഇവിടെയും 6 എടുക്കുമ്പോൾ 2 പ്രാവശ്യം ആഡായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 6നെ കുറയ്ക്കണം. ഈ 6നെ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ആവറേജ് 11 നമ്പർ 198. ഇവിടെ 12 എണ്ണത്തിന് 216. ഇവിടെ 216 കാരണം എന്താണ്? ഈ 6ാമത്തെ നമ്പർ ഒരു പ്രാവശ്യം എക്സ്ട്രാ ആഡ് ചെയ്തതല്ലേ? അപ്പൊ 11 നമ്പറിന്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 216 നിന്നും ഈ 198 മൈനസ് ചെയ്താൽ പോരെ? മൈനസ് ചെയ്ത് എത്ര വരും? 200 ആവാൻ ഇവിടെ 2 വേണം. 200 ശേഷം ഇവിടെ 16 ഉണ്ട്. 16 2 ആഡ് ചെയ്ത് എത്ര വരും? 18 എന്ന് കിട്ടും. ഓപ്ഷനിലേക്ക് നമ്മൾ ചെക്ക് ചെയ്യും. ഓപ്ഷൻ 1 എന്താ വരുന്നത്? 10, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 16, ഡി 20. ഈ എത്താണ്? നൺ ഓഫ് ദീസ്. നമുക്ക് മുകളിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒന്നും എന്തില്ല? 18 ഇല്ല. സോ നമ്മൾ ഏത് ചൂസ് ചെയ്യണം? നൺ ഓഫ് ദീസ് ചൂസ് ചെയ്യണം. ക്ലിയർ ആയിട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. The average weight of 20 students of a class is 55 kg. If 2 new students join the class, then the average weight of the class is increased by 2 kg. Find the total weight of 2 new students എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. 20 സ്റ്റുഡൻസിന്റെ ആവറേജ് എത്രയാണ്? 20 സ്റ്റുഡൻസിന്റെ ആവറേജ് 55 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 20 × 55 ആണ്. 55 × 10 550 ആണ്. 550 ഇരട്ടിയാണ് 20. സോ 550 + 550 1100. അടുത്തത്, if the 2 students join the class, average weight of the class increased by 2. 2 പേര് വന്നു. ടോട്ടൽ എത്ര പേരായി? 22. ആവറേജ് എന്ത് സംഭവിച്ചു? 2 കൂടി 57 ആയിട്ട് മാറി. അപ്പൊ ടോട്ടൽ എത്ര വരും? 22 × 57. 2 × 7 14 4 ബാക്കി 1. 2 × 5 10 10ഉം 2 × 7 14 24 1 25 5 ബാക്കി 2. 2 × 5 10 10 2 12 1 2 5 4 എന്ന് എനിക്ക് എന്ത് കിട്ടും? 22 പേരുടെ ആവറേജ് 57 ആണെങ്കിൽ ടോട്ടൽ 1254 എന്ന് കിട്ടും. ഇവിടെ 20 പേരുടെ 1700 ആണ്. 22 പേരുടെ 1254 ആയി. ഇത് കൂടാനുള്ള കാരണം എന്താണ്? ഇവിടെ 2 പേര് വന്നതല്ലേ? അപ്പൊ ഈ 2 പേര് കിട്ടാൻ 22 ന്ന് 20 കുറച്ചാൽ എനിക്ക് 2 പേരെ കിട്ടും. 1254 നിന്നും 1700 കുറച്ചാൽ എനിക്ക് എത്ര കിട്ടും? 154. സോ 2 പേരുടെ ആവറേജ് ആണ് ചോദ്യം അല്ലെ? ഒരു പേരുതാണെങ്കിൽ നമ്മൾ ഡിവൈഡ് ബൈ 2 ചെയ്യണം. ഇവിടെ അത് ചെയ്യേണ്ട കാരണം ഫൈൻഡ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് 2 ന്യൂ സ്റ്റുഡൻസ് ആണ്. അത് എത്രയാണ്? 154. ഇതെങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 20 പേരുടെ ആവറേജ് എത്രയാണ്? 55. 2 പേര് വന്നു, അറിയില്ല. ടോട്ടൽ എത്ര പേരായി? 22 പേരായി. അവിടെ ആവറേജ് എന്തായിട്ട് മാറി? 2 വെച്ചിട്ട് കൂടി. അങ്ങനെയാണെങ്കിൽ നോക്ക്, ഇവിടെ ആവറേജ് 55 ആണ് ഈ 2 പേരും കൊണ്ടുവരുന്നതെങ്കിൽ വല്ല മാറ്റം ഉണ്ടാവുക? ടോട്ടൽ ആവറേജിന് 55 തന്നെ വരണ്ടേ? പക്ഷെ ഇവിടെ കൂടി. എത്ര കൂടി? 2 വെച്ചിട്ട് കൂടി. 2 വെച്ചിട്ട് എത്ര പേർക്ക് കൂടി? 22 പേർക്ക് വെച്ചിട്ട് കൂടി അല്ലേ? 22 പേർക്ക് 2 വെച്ച് കൂടി പറഞ്ഞാൽ 44 കൂടി. എന്ത്? ഏജ് 44 ഇവർ കൂടുതൽ കൊണ്ടുവരണം. പക്ഷെ ഇവിടെ നോക്കി, 2 പേരുടെ ആവറേജ് ആണ് 55. അപ്പൊ 2 പേരുടെ ടോട്ടൽ എത്ര വരും? 110 ആയിരിക്കില്ലേ? സോ ടോട്ടൽ ഏജ് എത്ര വരും? 44 + 110 154. നമുക്ക് ആ രീതിയിലും ആലോചിക്കാം, ഈ രീതിയിൽ ആലോചിക്കാം. നമുക്ക് ഏതാണോ കംഫർട്ട് ആ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യാം? പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. ആവറേജ് ഓഫ് 5 നമ്പർ ഈസ് 82. ആവറേജ് ഓഫ് 2 സ്മോളസ്റ്റ് നമ്പർ ഈസ് 65 and 2 greatest number is 100. Find the middle number if all these 5 number are arranged in increasing order എന്നുള്ളതല്ലേ ചോദ്യം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മിഡിൽ നമ്പറാണ്. ഇതിപ്പം അങ്ങോട്ട് ഇപ്പൊ ഏതൊക്കെ നമ്പർ
ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും മിഡിൽ നമ്പറിന് വല്ല മാറ്റം ഉണ്ടാവുമോ? ഇവിടുന്ന് അങ്ങോട്ട് ഇൻക്രീസ് ആണെങ്കിൽ ഇങ്ങോട്ടാണെങ്കിൽ മിഡിൽ നമ്പർ ഒരു മാറ്റം ഉണ്ടാവില്ലല്ലോ, റൈറ്റ്? സോ മിഡിൽ നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമ്മളോട് പറഞ്ഞു 5 നമ്പറിന്റെ ആവറേജ് എത്രയാണ്? 82. കൗണ്ട് ആവറേജ് ടോട്ടൽ എത്ര വരും? 82 × 5, 80 × 5 400, 2 × 5 10, 410 ടോട്ടൽ. ക്ലിയർ? ഓക്കെ. പിന്നെ ഇത് പറഞ്ഞു ആവറേജ് ഓഫ് 2 സ്മോളസ്റ്റ് നമ്പർ 65. 2 സ്മോളസ്റ്റ് നമ്പറിന്റെ ആവറേജ് 65 ആണെങ്കിൽ ടോട്ടൽ എത്ര വരും? 65 × 2 130. പിന്നെ എന്ത് പറഞ്ഞു? ആവറേജ് ഓഫ് 2 ഗ്രേറ്റസ്റ്റ് നമ്പർ. 2 ഗ്രേറ്റസ്റ്റ് നമ്പറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണ്. ടോട്ടൽ എത്ര വരും? 2 × 100 200. റൈറ്റ്. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മിഡിൽ ഡിജിറ്റ്. ഇവിടെ ടോട്ടൽ 5 നമ്പർ ആണ്. 2 2 ബാക്കി എന്തുണ്ടോ? 1 അല്ലേ? അപ്പൊ ടോട്ടൽ 410 ആണ്. 410 നിന്നും എന്ത് കുറയ്ക്കണം? 4 നമ്പർ കുറയ്ക്കണം. 130 + 200 330 ആണ് 4 നമ്പറിന്റെ സമ്മ്. സോ 330 4 നമ്പറിന്റെ സമ്മ് ആണെങ്കിൽ ബാക്കിയുള്ളത് 1 അഞ്ചാമത്തെ നമ്പർ അല്ലെങ്കിൽ മിഡിൽ നമ്പർ ആയിരിക്കില്ലേ? കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 400 ആവാൻ 70, 400 ശേഷം 10, 70 10 80 എന്ന് എനിക്ക് ആൻസർ കിട്ടും അല്ലെ? ഓപ്ഷൻ ഏത് വരും? ചെക്ക് ചെയ്യും. ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 15 ഇറ്റ്സ് A 80 എന്ന് എനിക്ക് കിട്ടും അല്ലെ? നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക്. The average mark obtained by 40 students in a class is 86. If the 5 highest marks are removed, the average reduced by 1 mark. The average mark of top 5 students is എന്നുള്ളതല്ലേ ചോദ്യം. നമുക്ക് നോക്കാം. ആവറേജ് ഈസ് ഒബ്റ്റൈൻഡ് 40 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് എത്രയാണ്? 40 സ്റ്റുഡൻസിന്റെ ആവറേജ് എത്രയാണ്? 86. ഓക്കെ, അതിൽ നിന്ന് എന്താ ചെയ്യുന്നത്? ഹയസ്റ്റ് 5 മാർക്ക് എടുത്ത് ഒഴിവാക്കണം. സോ 40 നിന്നും 5 എണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 35 എണ്ണം അല്ലേ? ബാക്കി 35 സ്റ്റുഡൻസ് വരും. 5 സ്റ്റുഡൻസ് ഹയസ്റ്റ് മാർക്ക് റിമൂവ് ചെയ്ത 5 സ്റ്റുഡൻസിന്റെ മാർക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി 35. ആ 35 എന്ത് സംഭവിക്കും? ദ ആവറേജ് റെഡ്യൂസ്ഡ് ബൈ 1. 86 ഉള്ളത് 1 കുറഞ്ഞു കഴിഞ്ഞാൽ 85 ആയിട്ട് മാറും. ഓക്കെ, നോക്ക്. ഈ 40 സ്റ്റുഡൻസിന്റെ ആവറേജ് 56. ഈ 5 എണ്ണത്തിന്റെ ആവറേജ് 56 ആണെങ്കിൽ ടോട്ടൽ എത്ര ആയിരിക്കണം? 85 തന്നെ ആയിരിക്കണ്ടേ? പക്ഷെ ഇവിടെ 86 ആണോ പോയത്? അല്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. ആവറേജ് കൂടുതലുള്ളത് കുറയണമെങ്കിൽ കുട്ടികൾ പോവുകയാണോ? അല്ലെ, ആവറേജ് കൂടുതലുള്ളപ്പം കുറയുമ്പോൾ പോയത് വലിയ മാർക്കാണോ അതോ ചെറിയ മാർക്കാണോ എങ്ങനെ അറിയും? നമുക്ക് നോക്കാം. ഇവിടെ നോക്ക്, 10 20 30 3 നമ്പർ. ഇതിന്റെ ആവറേജ് എത്രയാണ്? 10 20 50 10 60/3 20 എന്ന് എനിക്ക് കിട്ടും അല്ലെ? ഞാനിത് ചെറിയ ആവറേജിനെ എടുത്ത് ഒഴിവാക്കണം. അപ്പം ബാക്കി എത്ര വരും? 20 30. ആവറേജ് എത്ര വരും? 50/2 25 എന്ന് കിട്ടും. ഞാൻ ഇതില് ഏറ്റവും വലിയ വാല്യൂനെ എടുത്ത് ഒഴിവാക്കാൻ പോവാ. ബാക്കി ആരൊക്കെ വരും? 10 20 അല്ലേ? 30 ഒഴിവാക്കി. അപ്പൊ ആവറേജ് 30/2 15 വരും. ഇതിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ചെറിയ വാല്യൂ പോയി കഴിഞ്ഞാൽ ആവറേജ് എന്താവും? കൂടും. വലിയ വാല്യൂ ആണ് പോകുന്നതെങ്കിൽ ആവറേജ് എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഇവിടെ നോക്ക്, ആവറേജ് കുറഞ്ഞു. അപ്പൊ പോയത് വലുതാണോ ചെറുതാണോ? ഒബ്വിയസ്ലി വലുതായിരിക്കും അല്ലെ? വലുത് പോയാലല്ലേ ആവറേജ് കുറയാം, റൈറ്റ്? അപ്പൊ നോക്ക്, ഇവൻ 86 മാത്രമല്ല, ഈ 5 സ്റ്റുഡൻസിന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 86 മാത്രമല്ല, അതിൽ കൂടുതൽ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് 86 85 ആയത്. അപ്പൊ എത്ര കുറഞ്ഞു നമുക്ക് കണ്ടുപിടിക്കണം. 86 ഉള്ളത് എന്തായിട്ട് മാറി? 85 ആയിട്ട് മാറി. 1 വെച്ചിട്ട് കുറഞ്ഞു. എത്ര പേർക്ക് കുറഞ്ഞു? 35 ആൾക്ക് കുറഞ്ഞു. ഈ 35 ആര് കൊണ്ടുപോയതാണ്? ഈ 5 മാർക്ക് കൊണ്ടുപോയതാണ്. നമുക്ക് ഇത്ര നേരം ഇവിടെ 1 ആയിരുന്നു അല്ലെ? മുമ്പത്തെ പ്രോബ്ലത്തിലൊക്കെ 1 ആയിരുന്നു. പക്ഷെ ഇവിടെ എന്തുണ്ട്? 5 എന്നുണ്ട്. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അധികം വരുന്നത് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഈ 35 എന്ന് പറഞ്ഞാൽ ആര് കൊണ്ടുവന്നാൽ മതി? ഈ 5 പേരും കൂടെ കൊണ്ടുവന്നാൽ മതി. നേരത്തെ 1 ആയതുകൊണ്ട് 35/1 ചെയ്യുമ്പോൾ 35 ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ ഇവിടേക്ക് ആഡ് ചെയ്യും. പക്ഷെ ഇവിടെ 5 ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. ഇവിടെ 10 ആയിരുന്നെങ്കിൽ ഡിവൈഡ് ബൈ 10 ചെയ്യണം. അപ്പൊ നമുക്ക് 1 × 35 35 35/5 എത്ര വരും? 7. ഈ 7 ആര് കൊണ്ടുപോയതാണ്? ഈ 5 മാർക്ക് കൊണ്ടുപോയതാണ്. സോ 86 + 7 എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? 93. ഓപ്ഷനിലേക്ക് നോക്ക്, 93 വരുന്ന ആൻസർ ഏതാണ്? 16th one, ഓപ്ഷൻ ബി എന്ന് നമുക്ക് ആൻസർ കിട്ടും. The average salary in industry having staff of 16 engineers and 30 clerks is ₹750. The average salary of engineer is 1200. Find the average salary of clerk എന്നുള്ളതല്ലേ ചോദ്യം. ഇവിടെ ആരൊക്കെയുണ്ട്? 16 എഞ്ചിനീയർമാരും ഉണ്ട്, പിന്നെ 30 ക്ലർക്കുകളും ഉണ്ട്. 30 ക്ലർക്കും ഉണ്ട്. ടോട്ടൽ എത്ര പേരുണ്ട്? 16 + 30 46 ഉണ്ട്.
അപ്പൊ 46 പേരുടെ ആവറേജ് ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 750. അപ്പൊ ടോട്ടൽ എത്ര വരും? 46 ഇൻറ്റു 750. 0 എന്തായാലും അവസാനം വരും. 6 5 30 0 ബാക്കി 3. 6 7 42 4 5 20. 42 20 എത്ര വരും? 62 3 65 5 ബാക്കി 6 വരും. 4 7 28 6 3 4 5 00 എന്ന് എനിക്ക് കിട്ടും. ടോട്ടൽ 46 പേരുടെ ടോട്ടൽ എത്ര കിട്ടും? 34,500. പിന്നെ എന്ത് പറഞ്ഞു? ദ ആവറേജ് സാലറി ഓഫ് എഞ്ചിനീയർ. എത്ര എഞ്ചിനീയർമാരുണ്ട്? 16 എഞ്ചിനീയർമാർ. അവരുടെ ആവറേജ് എത്രയാണ്? 1200 അല്ലെ? സോ എനിക്ക് 2 0 ലാസ്റ്റ് വരും. 0 0. 16 × 12 എത്രയാ? 192. നമ്മൾക്ക് ടേബിൾ പഠിക്കണം അല്ലെ? അല്ലെങ്കിൽ 16 × 10 160, 2 × 16 32, 192 19200 എന്ന് എനിക്ക് കിട്ടും. അപ്പൊ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ ആവറേജ് സാലറി ഓഫ് ക്ലർക്ക്? ക്ലർക്കിന്റെ സാലറി കണ്ടുപിടിക്കണമെങ്കിൽ ക്ലർക്കിന്റെ ടോട്ടൽ അറിയണ്ടേ? 46 പേരുത് 34,500, 16 പേരുത് 12,200. അങ്ങനെയാണെങ്കിൽ 46 നിന്ന് 16 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 30 അല്ലേ? 46 - 16 30 കിട്ടി. ഇതിൽ നിന്നും ഇത് കുറച്ച് കഴിഞ്ഞാൽ ക്ലർക്കിന്റെ ടോട്ടൽ കിട്ടില്ലേ? എത്ര വരും? 800 ആണെങ്കിൽ 20,000, 14,500 800 15,300 എന്ന് കിട്ടും അല്ലെ? 30 ക്ലർക്കിൻ്റെതാണ്, ടോട്ടലാണ് 15,300. അപ്പൊ ക്ലർക്കിന്റെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ കൗണ്ട് 30 ആണ്. കട്ട് ചെയ്ത് എത്ര വരും? 15 5 5 തവണ, 15 3 5 തവണ, 3 1 തവണ, ബാക്കി 0 510 എന്ന് എനിക്ക് ആൻസർ കിട്ടും അല്ലെ? ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി 5 10 എന്ന് കിട്ടും. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. The average mark of 72 students is shown as 69. It includes a wrong entry of 45 marks instead of 54 marks. The correct average is എന്നുള്ളതല്ലേ ചോദ്യം. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? 72 സ്റ്റുഡൻസ് ഉണ്ട്, അവരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 69. It includes wrong entry of 45 mark instead of 54. 54 മാർക്ക് ആഡ് ചെയ്യേണ്ട സ്ഥലത്ത് തെറ്റായിട്ട് എത്രയാണ് ആഡ് ചെയ്തത്? 45 ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 72 സ്റ്റുഡൻസിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം 69 ആണ്. 54 ആഡ് ചെയ്യേണ്ട സ്ഥലത്ത് എത്രയാണ് ആഡ് ചെയ്തത്? 45 ആണ് റോങ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ശരിക്കും എത്രയായിരുന്നു ആഡ് ചെയ്യേണ്ടിയിരുന്നത്? 54. അപ്പൊ നോക്കി, ഇവിടെ എത്രയുടെ ഡിഫറൻസ് വന്നു? 9ന്റെ ഡിഫറൻസ് വന്നു അല്ലെ? ഈ 9 ശരിക്കും എന്ത് ചെയ്യണം? ഈ ആവറേജിന്റെ കൂടെ കൂട്ടണം. കാരണം ഇവിടെ കുറവാണ് എടുത്തത്. അപ്പൊ കുറവ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവറേജിന്റെ കൂടെ എന്ത് ചെയ്യണം? ഈ 9 ആഡ് ചെയ്തിട്ട് പോകണം അല്ലെ? ഈ 9 ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. 9 നേരിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. അധികം വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ആവറേജിന്റെ കൺസെപ്റ്റിൽ. അപ്പം ഈ 9നെ ആർക്കൊക്കെ കൊടുക്കണം? ടോട്ടലുള്ള എല്ലാവർക്കും കൊടുക്കണം. ടോട്ടൽ എത്ര പേരുണ്ട്? 72 പേരുണ്ട്. അപ്പം 9നെ 72 ആയിട്ട് വിധിച്ചു കൊടുക്കുക, 72 ആക്കി വിധിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്ത് വരും? 9/72 വരും അല്ലെ? സോ നമുക്ക് 69 വേണം. 9/72 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 കോമൺ ആയിട്ട് കട്ട് ചെയ്തുകൂടെ? 9 1 ടൈംസ് 72 8 തവണ 1/8 എന്ന് കിട്ടും. 1/8ന്റെ വാല്യൂ എത്രയാണ്? നമുക്കറിയാം 1/8 എന്ന് പറഞ്ഞാൽ 12.5% അറിയാം അല്ലെ? 12.5% എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 12.5 ഡിവൈഡ് ബൈ 100 ആണ്. സോ 100 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 0.125 ആയിട്ട് മാറും. സോ ഓൾറെഡി ഉള്ള ആവറേജ് 69ന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം? ഇതും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ പുതിയ ആവറേജ് എന്ത് വരും? 69.125 എന്ന് എനിക്ക് കിട്ടും. സോ ആൻസറിലേക്ക് നോക്ക്, ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ എനിക്ക് 18, ഓപ്ഷൻ ബി 69.125 എന്ന് എനിക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. 5 years ago, the average age of Ram's family having 5 members, including Ram, was 29 years. Ram get married 3 years ago and his only child was born 2 years after marriage, so that present average age of family become 28 years. Find age of bride at the time of marriage എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് എന്താ ആദ്യം പറഞ്ഞിട്ടുള്ളത്? 5 years ago, 5 വർഷം മുന്നേ, the average of Ram family having 5 members including Ram was 29. 5 വർഷം മുന്നേ 5 പേരുടെ ആവറേജ് എന്താണ്? 29 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര വരും? 5 വർഷം മുന്നേ 5 × 29 എനിക്ക് എത്ര കിട്ടും? 30 × 5 ആണെങ്കിൽ 150, ഒരു 5 കുറവ് 145 എന്ന് എനിക്ക് കിട്ടും അല്ലെ? പക്ഷെ നോക്കി, 5 വർഷം മുന്നെയാണ് 145. അപ്പൊ 5 വർഷം കഴിയുമ്പോഴോ ഈ 5 പേർക്ക് 5 വെച്ച് കൂടൂലേ?
രാമിന് 5 വയസ്സ് കൂടും. രാമിന്റെ ഫാമിലി അവന്റെ അച്ഛനുണ്ടെങ്കിൽ അവൻ അച്ഛന് 5 വർഷം കൂടും. അമ്മയുണ്ടെങ്കിൽ അമ്മയ്ക്ക് 5 കൂടും. ഈ 5 പേർക്കും 5 വർഷം കഴിയുമ്പോൾ 5 വെച്ച് കൂടില്ലേ? അതായത് 5 × 5 25 കൂടും. എപ്പം? പ്രസന്റ് അല്ലെ? പ്രസന്റിലേക്ക് വരുമ്പോ എത്ര വരും? 25 കൂടുമ്പോ എന്തായിട്ട് മാറും? 170 ആയിട്ട് മാറും. 170 ആയിട്ട് മാറും. ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം. എന്നിട്ട് എന്ത് പറഞ്ഞു? Ram get married 3 years ago and his child was born 2 years after marriage, so that the present age of the family become 28. ഈ പ്രസന്റിൽ എന്ത് സംഭവിച്ചു? രാം എന്ത് ചെയ്തു? കല്യാണം കഴിച്ചു, അവനൊരു കുട്ടിയും ഉണ്ടായി. അപ്പൊ ടോട്ടൽ പണ്ട് 5 പേരുണ്ടായിരുന്നു. ഈ 5 പേരുടെ കൂടെ ഇപ്പം രാമിന്റെ വൈഫ് ഉണ്ടാവും, അവന്റെ ചൈൽഡും ഉണ്ടാവും അല്ലെ? ഇപ്പം 5, 6, 7 ടോട്ടൽ എത്ര പേരായി? 7 പേരായി. അപ്പം ഈ 7 പേരുടെ പ്രസന്റ് ആവറേജ് എത്രയാണ്? 28. അപ്പൊ ഇപ്പം 7 × 28 എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര കിട്ടും? 20 × 7 140, 7 × 8 56, 140 56 196 എന്ന് എനിക്ക് കിട്ടും അല്ലെ? അങ്ങനെയാണെങ്കിൽ നോക്ക്, ഇവിടെയുള്ള പണ്ടത്തെ പ്രസന്റേജ് എത്രയാണ്? 170. ഇപ്പം 7 പേരുടെ പ്രസന്റേജ്, 5 പേരുടെ പ്രസന്റേജ് 170, 7 പേരുടെ പ്രസന്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 196. അപ്പൊ ഇവിടെ വൈഫിന്റെയും ചൈൽഡിന്റെയും ഇവിടെ നോക്ക്, 5 പേർക്കാണ് 170, 7 പേർക്ക് 196. ഇവിടെ കൂടാനുള്ള കാരണം ഇവിടെ 2 പേര് കൂടുതൽ വന്നു. ആരൊക്കെയാണ് ആ 2 പേര്? ചൈൽഡും വൈഫും. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ, വൈഫ് പ്ലസ് ചൈൽഡ് എന്ന് പറയുന്നത് എത്ര വരും? 196 മൈനസ് 170 വിച്ച് ഇസ് ഈക്വൽ ടു 26 അല്ലെ? 26. നമ്മുടെ ചോദ്യം എന്താണ്? വൈഫിന്റെ ഏജ് അറ്റ് ദ ടൈം ഓഫ് മാരേജ് എന്നുള്ളതാണ്. നമ്മളോട് പറയുന്നുണ്ട് റാം ഗെറ്റ് മാരീഡ് 3 years ago. 3 വർഷം മുന്നെയാണ് അവൻ മാരേജ് ചെയ്തിട്ടുള്ളത്. ഹിസ് ചൈൽഡ് വാസ് ബോൺ 2 years after. 3 വർഷം മുന്നേ ഇവൻ മാരേജ് ചെയ്തു. 2 വർഷം കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ ആ ചൈൽഡിന്റെ വയസ്സ് എത്രയായിരിക്കും? ചൈൽഡിന്റെ വയസ്സ് എത്ര? ഈ 3 വർഷം മുന്നേ കല്യാണം കഴിച്ചു, 2 വർഷം കുട്ടി ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡിന്റെ വയസ്സ് 1 വയസ്സായിരിക്കും അല്ലെ? അപ്പൊ ചൈൽഡിന്റെ വയസ്സ് 1 ആണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ, വൈഫ് പ്ലസ് ചൈൽഡ് എത്രയാണ്? 1 which is equal to 26. വൈഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 25. വൈഫിന്റെ പ്രസന്റ് ഏജ് എത്ര കിട്ടും? 25. പക്ഷെ ചോദ്യം എന്താണ്? വൈഫിന്റെ പ്രസന്റ് ഏജ് അല്ല, ഫൈൻഡ് ദ ഏജ് ഓഫ് ബ്രൈഡ് അറ്റ് ദ ടൈം ഓഫ് മാരേജ്. മാരേജ് ചെയ്യുന്ന സമയത്ത് ബ്രൈഡിന്റെ വയസ്സാണ് ചോദ്യം. ബ്രൈഡ് എന്താണ്? റാം ഗെറ്റ് മാരീഡ് 3 years ago. പ്രസന്റ് ഏജ് 3 വർഷം മുന്നെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പൊ വൈഫ് എന്ത് വരും? 25 മൈനസ് 3 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 22 എന്ന് കിട്ടും. ഓപ്ഷനിലേക്ക് നോക്ക്, ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ എ എന്ന് എനിക്ക് ആൻസർ കിട്ടും. സം ഓഫ് 4 consecutive even number is 94 more than sum of 3 consecutive odd numbers, and if average of largest even number and smallest odd number is 42, then find the second lowest even number എന്നുള്ളതല്ലേ ചോദ്യം. നമുക്ക് 4 consecutive even number ഉണ്ട്. സോ consecutive even numbersനെ ഞാൻ എന്താക്കി എടുത്തു? x plus 2 x plus 4 and x plus 6 ആക്കി മാറ്റി. അപ്പൊ സം എത്ര വരും? x 4x plus 12 അല്ലെ? 4x plus 12 ആണ് ഇതിന്റെ സം എന്ന് പറയും. റൈറ്റ്, ഓക്കെ. പിന്നെ എന്ത് പറഞ്ഞു? 3 consecutive odd number. consecutive odd numbers ഞാൻ എന്തെടുത്തു? y plus 2 and y plus 4. റൈറ്റ്, അപ്പൊ ഇതിന്റെ സം എത്ര വരും? 3y plus 6 ആയിട്ട് വരും. റൈറ്റ്, സം ടോട്ടൽ, ഇത് ടോട്ടൽ. എന്നിട്ട് എന്ത് പറഞ്ഞു? if average of largest even number എന്ന് പറഞ്ഞാൽ എത്രയാ? x plus 6. average of largest even number and smallest odd number എന്ന് പറഞ്ഞാൽ ആര് വരും? y plus 5. ഇവന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 2 അല്ലേ? റൈറ്റ്, x plus 6ന്റെയും y ന്റെയും ആവറേജ് ആണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്? 42. അപ്പൊ ഡിവൈഡഡ് ബൈ 2 ആണ് 42 എന്ന് പറയുന്നത് അല്ലെ? x plus 6 plus y by 2 ആണ് 42. അങ്ങനെയാണെങ്കിൽ പറയാലോ x plus y എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്പിൾ ആവും. 42 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84 വരും. 84 plus 6 അങ്ങോട്ട് പോകുമ്പോൾ -6 ആയിട്ട് മാറും. സോ x plus y എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 78 എന്ന് കിട്ടും. പിന്നെ നമ്മളോട് എന്ത് പറഞ്ഞു? സം ഓഫ് 4 consecutive even number. ഈ സം ഓഫ് 4 consecutive even number എന്ന് പറഞ്ഞാൽ എന്താണ്? 4x plus 12 അല്ലേ? which is equal to എന്താണ്? 24 more than sum of 3 consecutive odd number. sum of 3 consecutive odd number എത്രയാണ്? 3y plus 6. അതിനേക്കാളും 94 കൂടുതലാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് എക്സിലും വൈയിലും വെച്ചൂടെ?
y ഇങ്ങോട്ട് വരുമ്പോൾ 4x മൈനസ് 3y എന്ന് പറയാൻ എന്തായിട്ട് മാറും? 94 പ്ലസ് 6 100. 100-ൽ നിന്നും 12 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 88 എന്ന് കിട്ടും അല്ലെ? ഇവിടെ 4x മൈനസ് 3y = 88, ഇവിടെ x പ്ലസ് y = 78. രണ്ട് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്തൂടെ? ഇവിടെ 3y ആണ്, 3y ആക്കാൻ ഇൻറ്റു 3 ചെയ്യണം അല്ലെ? ഇതിന് ഇൻറ്റു 3 ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 3x പ്ലസ് 3y ഈക്വൽ ടു എന്ത് വരും? 78 ഇൻറ്റു 3. 70 ഇൻറ്റു 3 210, 8 ഇൻറ്റു 3 24, 210 24 234. ഈ ഇക്വേഷനിൽ നിന്നും ഈ ഇക്വേഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അല്ല, ആഡ് ചെയ്താൽ മതി അല്ലേ? ആഡ് ചെയ്താൽ പ്ലസും മൈനസും 0 ആയിട്ട് പോകും. സോ 3 + 4 7x ആയിട്ട് മാറും. ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ 234 പ്ലസ് 88 280 434 434 കിട്ടും. 442 എന്ന് എനിക്ക് കിട്ടും അല്ലെ? 4 അല്ല 322 അല്ലെ? 322 എന്ന് കിട്ടും. അപ്പം x എന്ന് കണ്ടുപിടിച്ചൂടെ? 322/7 എത്ര വരും? x എന്ന് പറഞ്ഞാൽ എന്ത് വരും? 322/7. 32-ൽ 7 എത്ര തവണ പോകും? 4 തവണ. 4 7 28, 4 ടൈംസ്. 28 പോയി കഴിഞ്ഞാൽ ബാക്കി 4 2. 42-ൽ 7 6 ടൈംസ് അല്ല, 42-ൽ എത്ര തവണ പോകും? 6 ടൈം. 46 എന്ന് എനിക്ക് കിട്ടും. എന്തിന്റെ വാല്യൂ ആണ് 46? x-ന്റെ വാല്യൂ ആണ്. റൈറ്റ്. പക്ഷെ ചോദ്യം എന്താ? Then find the second lowest even number. Second lowest even number ആണ് കണ്ടുപിടിക്കേണ്ടത്. Lowest x. x plus 2 അല്ലേ second lowest. അപ്പൊ x ന്റെ വാല്യൂ 46 അല്ലേ? 42 അല്ല. ഓക്കെ, 46. 46-ന്റെ കൂടെ എന്ത് ചെയ്യണം? x plus 2. 46 plus 2 48 എന്ന് എനിക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ 20th ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഈ 48 എന്ന് കിട്ടും. സോ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് എന്ത് ചെയ്യുക? ആവറേജിൽ നമുക്ക് പല സൈഡിലും പല രീതിയിലും നമുക്ക് ആവറേജിന്റെ PDF കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവും. സോ ഒരുപാട് പ്രോബ്ലംസ് എന്ത് ചെയ്യുക? നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ ആവറേജിൽ നമ്മുടെ കൺസെപ്റ്റ് ഒക്കെ സ്ട്രോങ് ആയിട്ട് വരും. അറിയാലോ, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നുള്ളത്. സോ ഡു മോർ വർക്ക്സ് ആൻഡ് ബി കോൺഫിഡന്റ് ഇൻ ആവറേജ്.